സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യ മിസ് ടീൻ സൂപ്പർ ഗ്ലോബ് കിരീടം നേടി വയനാട് ജില്ലയ്ക്ക് അഭിമാനമായി സുൽത്താൻ ബത്തേരി സ്വദേശിനി അലോന ഏഞ്ചൽ ജെയിംസ്. കോഴിക്കോട് നടന്ന അഖിലേന്ത്യാ മിസ് ടീൻ സൂപ്പർ ഗ്ലോബ് സൗന്ദര്യ മത്സരത്തിലാണ് അലോന കിരീടം ചൂടിയത്. ഇതോടെ ഓഗസ്റ്റിൽ തായ്ലൻഡിൽ നടക്കുന്ന മിസ് ടീൻ സൂപ്പർ ഗ്ലോബ് ലോക സൗന്ദര്യ മത്സരത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് അലോന പങ്കെടുക്കും. വയനാടിന് അഭിമാനമായിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി സ്വദേശിനിയും മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുമായ അലോന ഏഞ്ചൽ ജെയിംസ്. ഫാഷൻ റൺവേ ഇന്റർനാഷണൽ കോഴിക്കോട് വെച്ച് സംഘടിപ്പിച്ച മിസ്റ്റർ ആൻഡ് മിസസ് സൂപ്പർ ഗ്ലോബ് സൗന്ദര്യ മത്സരത്തിലാണ് ഈ സുന്ദരി കിരീടം ചൂടിയത്. മത്സരത്തിൽ അലോണയ്ക്ക് ബെസ്റ്റ് കാറ്റ് വാക്ക് സബ് ടൈറ്റിലും ലഭിച്ചു. ഇതോടെ തായ്ലൻഡിൽ ഓഗസ്റ്റിൽ നടക്കുന്ന മിസ് ടീൻ സൂപ്പർ ഗ്ലോബ് ലോക മത്സരത്തിലും അലോണയ്ക്ക് പങ്കെടുക്കാനാകും. എനിക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ ഒരു ഡ്രീം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴാണ് എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ എഫേർട്ട് ഇട്ടപ്പോൾ എനിക്ക് ടൈറ്റിൽ കിട്ടി. ഇനി എനിക്ക് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് ഓഗസ്റ്റിൽ തായ്ലാൻഡിലേക്ക് പോവാം. അപ്പം അവിടെയും എനിക്ക് ടൈറ്റിൽ വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ട്രെയിനർ അതുൽ സുരേഷ് സാറാണ്. സാറിൻ്റെ ഹോൾ അക്കാഡമിയാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത്. പിന്നെ എൻ്റെ ഫാമിലീൻ്റെ സപ്പോർട്ടും കാരണമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അമ്മയാണ് കൂടുതൽ സപ്പോർട്ട്. അമ്മയാണ് ഈ ഫീൽഡിലേക്ക് കുറച്ചും കൂടെ എൻ്റെ കൂടെ നിൽക്കുന്നത്. എൻ്റെ എല്ലാ ഷോസിനും അമ്മയാണ് കൂടുതലും വരാറ്. ഭയങ്കര സപ്പോർട്ടീവാണ് അമ്മ. +2 സയൻസ് വിദ്യാർത്ഥി കൂടിയായ അലോണ 2025 എറണാകുളത്ത് വെച്ച് നടന്ന സൗന്ദര്യ മത്സരത്തിൽ മിസ് ടീൻ കേരള, ഈ വർഷം ആദ്യം മിസ് ടീം ഗ്ലാം വേൾഡ് ഇന്ത്യ കിരീടങ്ങളും നേടിയിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശി അതുൽ സുരേഷാണ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും അലോണയ്ക്ക് നൽകുന്നത്. കൂടാതെ അലോണയ്ക്ക് വീട്ടിൽ നിന്ന് നല്ല പിന്തുണയുമാണുള്ളത്. സുൽത്താൻ ബത്തേരി കാരക്കണ്ടി അടക്കമരക്കൂട്ടത്തിൽ ജെയിംസ് ഷൈന ദമ്പതികളുടെ ഇളയ മകളാണ് മിസ് ടീൻ സൂപ്പർ ഗ്ലോബ് കിരീടം നേടിയ ഈ മിടുക്കി. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.